തുരങ്കപാത മാത്രം പോരാ, ഈ നിലവിലുള്ള റോഡിന് സമാന്തരമായിട്ടൊരു വൺവെസിൽ റോഡ് വരാൻ സാധ്യത ആരാണ്. തുരങ്കപാത വേറെ ഭാഗത്തു കൂടെയാണല്ലോ, മേപ്പാടി കള്ളാടി അല്ലേ, അനക്കമ്പയിലാണല്ലോ, അത് വേറെ ഭാഗത്തു കൂടെ. പക്ഷേ ഈ ഭാഗത്തുള്ള ഡയറക്റ്റ് ആക്സസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതന്നെ വേണം, ഇതിന് ബദൽ തന്നെ വേണം. ഇതന്നെ സഹിക്കാൻ പറ്റില്ല. തുരങ്കപാത വന്നാലും കൂടി ഒരു രക്ഷ ഉണ്ടാവില്ല. ശരിക്കും വേറെ വഴിയുണ്ട്, വേറെ ഷോർട്ട് വഴി ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ രാഷ്ട്രീയക്കാർ ആ വഴി ക്ലിയർ ആക്കണില്ല. കാരണം അവർക്ക് നല്ല മാന്താൻ വേണ്ടിയിട്ട് വന്ന സഹായമാണ്, പക്ഷെ വരണ്ടേ. ബദൽപാത ഇപ്പം അടിയന്തരമായിട്ട് മരുതലാവ് തളിപ്പുഴ ബദൽപാത അടിയന്തരമായിട്ട് കൊണ്ടുവരാം, ബൈപ്പാസ് ഇല്ലെങ്കിൽ പുഴുത്തോട് ബൈപ്പാസ്. ഇതല്ലാതെ വേറൊരു മാർഗം ഇതിനില്ല. കാരണം അതുപോലെ ഇനിയും ദുരന്തങ്ങൾ സംഭവിക്കാം. കാരണം ഇതുപോലെ മണ്ണിടിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളുണ്ടാവും. ഇതിന് ഇനി ശാശ്വതമായിട്ട് വേറൊരു മാർഗമില്ല. തുരങ്കപാത വന്നാൽ ഒരു പരിധിവരെ തിരക്കൊഴിവാകും. വലിയ വാഹനങ്ങൾ അതുവഴി വിടുകയാണെങ്കിൽ ഇതിന് പരിഹാരമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴവിടെ ശാശ്വത പരിഹാരം നിലക്ക് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ കണ്ടുവരുന്നത് ഇടിച്ചിലുണ്ടാകുന്ന സ്ഥലത്ത് ഇരുമ്പ് കമ്പി വേലികൾ, നെറ്റ് പോലത്തെ സാധന സാമഗ്രികൾ ഉപയോഗിച്ച് കല്ലും മണ്ണും റോഡിലേക്ക് വരാതിരിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. അതിന് ബന്ധപ്പെട്ട ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് തയ്യാറാകുക എന്നുള്ളതാണ് പറയാനുള്ളത്.